എനിക്കറിയത്തില്ല, ഞാൻ 50 പോകണമല്ലോ എനിക്ക് തോന്നുള്ളൂ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താ എടുത്ത് ചാടിയോ? ടീ ബാഗേജ് ഞാൻ പറഞ്ഞ വണ്ടി വാശിയിടായിരുന്നു. ആ കുഴപ്പമില്ല. സീറ്റ് എങ്ങനെ വേണോ പൊക്കാം അല്ലേ? ഇതിന് പമ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ടോപ്പിലോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ആവില്ല. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ? ആ ഇത് മറ്റേ വെയിലടിക്കാതിരിക്കാം. ഇതിനകത്തുള്ള ഒരാൾക്ക് കയറി പോവല്ലേ? ഞാനത് നിന്നോ ലാസ്റ്റ്. സ്റ്റിയറിംഗ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. താക്കണമെന്നുണ്ടെങ്കിൽ ഇതില്ല, ഫ്രണ്ടിലോട്ടുള്ള ടെലസ്കോപ്പിക് ഇല്ല. അത് നമുക്ക് ടോപ്പല്ലേ വരത്തുള്ളൂ. ഓക്കെ, ടെലസ്കോപ്പിക് എങ്ങനെയാണ് മാറുന്നത്? ഇങ്ങനെ വരും. സീറ്റ് ഫ്രണ്ടിലോട്ടില്ലെങ്കിൽ ഇടാം. എൻ്റെ ഇല്ല, ഇത് കറക്റ്റ് ആക്കി. അപ്പോൾ നമ്മള് ഡ്രൈവ് ചെയ്യാല്ലേ? ഓക്കെ. അന്നേരം ബ്രോഷറിൽ പക്ഷേ HTX+ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ടായിരുന്നു. അത് പഴയ വേരിയന്റ്. ഈ മാസം മുതൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഓടിക്കുന്ന ഫീലൊന്നും അല്ല. വയസ്സൊക്കെ ഒഴിച്ച് 1.5 ആയിരുന്നു. വയസ്സൊക്കെ ഇങ്ങനെ വലിക്ക് കൊടുക്കണത്. കൂളായിട്ട് പവർ കയറും. പറഞ്ഞ 13 HTK ഓപ്ഷനാണ്. ബേസിലും രണ്ടാമത്തെ മോഡലാണ്. അതില് ഈ സാധനം എല്ലാം ഉണ്ട്. ഇതുണ്ട് സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ വൈപ്പർ ഉണ്ട്. ഇന്റീരിയറിൽ ചെറിയൊരു ഡിഫറൻസ് വരും. അതെന്താണ്? ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടോ? അതൊന്ന് പഠിക്കണം കേട്ടോ. എനിക്ക് ഇന്നലെ പുള്ളി എന്നെ കുറെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പുള്ളി അവസാനം വെറുത്ത്. അത് ജസ്റ്റ് ഓഫായിട്ട് ക്ലച്ച് ഔട്ടുമ്പോഴത്തേക്കും തിരിച്ചങ്ങ് ഓണാവും. ഓട്ടോമാറ്റിക് ഓണാവും. അതാ ഞാൻ ഫസ്റ്റ് ബ്രേക്ക് വിട്ടു നോക്കി. എന്നിട്ട് ബ്രേക്കിലല്ല, സ്കൂട്ടറിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം 5G സ്കൂട്ടേഴ്സില് അതല്ലേ നിർത്തുമ്പോ അങ്ങ് നിക്കും, പിന്നെ ജസ്റ്റ് ത്രോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും. അത് സ്കൂട്ടറിൽ ഞാൻ പഠിച്ചു ആക്ച്വലി. കൊള്ളാം. ചിലക്ക് 2-3 ഡ്രൈവ്സിൽ അത് സെറ്റ് ആവും. അതെ അതെ. ഇതിപ്പോ നമ്മൾ കറന്റ്ലി ഓടിക്കുന്ന വേരിയന്റ് ഏതാണ്? ഇതിപ്പോ ഏതാ വേരിയന്റ്? HTX ആണ്. HTX ഡീസൽ മാനുവൽ. ഇതിന്റെ ആണോ 13 പോയിന്റ്? അല്ല, ഇത് HTX ഡീസൽ മാനുവൽ വരുമ്പോ 14 അല്ലേ? നമ്മളെന്റേത് പറഞ്ഞ 1490 വരും. 15. ഇതിന്റെ കുറച്ച് ഇന്റീരിയർ താഴ്ന്നു നിൽക്കുന്ന സാധനം. HTX 1490 നമുക്ക് ഓട്ടോമാറ്റിക് എടുക്കാം. പെട്രോളിന് 15 രൂപയ്ക്ക്. പെട്രോളിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ആ 10 മൈലേജ് ഡീസൽ 80. അത് GTX-ലേ ഉള്ളൂ. ഫുൾ ഓപ്ഷൻ ഉള്ള ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കിൽ നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യും. ഈ ഒരു പവർഫുൾ ഇനിഷ്യൽ അത്രയും കിട്ടത്തില്ല. ഇതാണ് നല്ലത്. ഇനിഷ്യലി കിട്ടൂല ഓട്ടോമാറ്റിക്കിൽ. അല്ലെങ്കിൽ അമ്മാര് ഡീസലില് പെട്രോളുണ്ട്. ഇവിടെ നമുക്ക് എളുപ്പം വിഴിഞ്ഞം പോകാൻ പറ്റണ എങ്ങനെയാണ്? ഇത് വഴി കട്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഇതാണ് ശരി. അതാണ് ഞാൻ ചോദിച്ചത്. അന്നേരം ഈ ക്ലസ്റ്റർ ഇപ്പം GTX-ന് മാറില്ല, ഡിജിറ്റലാണ്. ഇപ്പൊ പാർട്ട്ലി അനലോഗ് ആയിരിക്കും. ഓക്കെ. പക്ഷേ ഈ പാർട്ട്ലി അനലോഗ് ഓക്കെയാണ്. ഡിജിറ്റലൊക്കെ വേണോ? അതിന്റെ ഉണ്ടല്ലേ? ഞാൻ പക്ഷെ നോക്കിയപ്പോൾ മറ്റേ HTX+ നല്ലൊരു വേരിയന്റ് ആയിട്ട് തോന്നി. കാരണം അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്. അങ്ങനെ ഞാൻ റോമി ചേട്ടനോട് അതെടുക്കുക. അതാണ് എനിക്ക് അഭിനന്ദ് സജസ്റ്റ് ചെയ്ത സാധനം. നേരത്തെ IFT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലച്ചില്ല, ഗിയർ മാത്രം മാറും. എനിക്കറിയത്തില്ല, ഞാൻ 50 പോകണമല്ലോ എനിക്ക് തോന്നുള്ളൂ. 6 ഗിയറൊക്കെ ഉണ്ട്. പെട്രോൾ 5 ഗിയറാണ്. ഇത് ലോറിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? 6 ഗിയർ 7 ഗിയറൊക്കെ. ഇനി നെക്സ്റ്റ് യൂട്ടാണ് അവിടെ ഉള്ള അടുത്ത് പോകണം. ഫസ്റ്റിലങ്ങനെ പോകണം. കുറച്ചുകൂടെ ഇവിടെ ഓടിക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡാണ്.
ബൈപ്പാസിനെക്കാളും. കാരണം 3 വരി അവിടെ. ബാലരാമപുരത്തെ റോഡൊക്കെ സെറ്റായോ? ഇല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പെട്ടു. പണി നടക്കുന്നേ ഉള്ളല്ലേ? ഞാൻ എനിക്ക് ബുള്ളറ്റിൽ ബാലരാമപുരം ടു കഴക്കൂട്ടം 35 മിനിറ്റിൽ വന്നു. 90 വെച്ച് അങ്ങ് പിടിച്ച്. രാത്രി ഇവിടെ സിഗ്നൽ ആവുമായിരിക്കും. പുള്ളി അങ്ങ് എടുത്തല്ലോ. ഇതേത് വേറെ ഇതില്ല ക്യാമറ. ഇത് മറ്റേ ഇതിന്റെ ലെവലാ, ഇത് കുറച്ചുകൂടെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേ കാണാൻ പറ്റും അല്ലേ? ഏതാണ് ആ ഇതിങ്ങനെ പൊങ്ങും തോറും ഇത് ഒബ്സ്ട്രക്ഷൻ വരും. അത് ആ ഡിസ്പ്ലേ കാണുന്നേ. ഇത് കുറച്ചുകൂടെ താഴ്ത്തി കഴിഞ്ഞാലേ അല്ലേ എന്റെ പരിപാടി. ഏറ്റവും താഴ്ത്തി വെച്ച് ഏറ്റവും താഴ്ത്തി. ഇത് നമുക്ക് കാണുന്നില്ല. ഞാൻ പിന്നെ ക്യാമറ കിട്ടുന്ന രീതിയിലാ സെറ്റ് ചെയ്യും. ഏറ്റവും താഴ്ത്തി വെച്ചാൽ പിന്നെ ഇങ്ങനെ ഓടിക്കാൻ പാടായിരിക്കും അല്ലേ? നമ്മുടെ അതിൽ സീറ്റിംഗ് പൊസിഷൻ നോക്കാം. ഇത് തന്നെയാണ് കംഫർട്ടബിൾ. ഈ GTX ഡീസൽ എത്ര, മാനുവൽ എത്ര വരും പ്രൈസ്? ഡീസൽ വരുമ്പോൾ 1960 നമുക്ക് എടുക്കല്ലേ? 19 അടുപ്പിച്ച് വരും. 1966. എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഈ ഒരു സ്ക്രീൻ ടൈപ്പ് കൊള്ളാം. ഇത് ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയൊക്കെയുള്ള വയർലെസ്സോ വയർഡോ? വയർലെസ് ആണ്. ഇവിടെ വെളിയിൽ തന്നെ ഇട്ടാ ഇവിടെ ഇട്ടാ